വയനാട് പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് സ്വാഗതം പറഞ്ഞുള്ള കൂറ്റൻ കട്ടൌട്ട് സ്ഥാപിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ. മുക്കം നഗരസഭയിലെ ആലിന്തറ അങ്ങാടിയിലാണ് യൂത്ത് ലീഗ് ആലിന്തറ ടൗൺ കമ്മിറ്റി പ്രിയങ്ക ഗാന്ധിക്ക് സ്വാഗതം പറഞ്ഞുള്ള 26 അടി ഉയരമുള്ള കൂറ്റൻ കട്ടൌട്ട് സ്ഥാപിച്ചത്. മുക്കം നഗരസഭയിലെ ആലിന്തറ അങ്ങാടിയിലാണ് യൂത്ത് ലീഗ് ആലിന്തറ ടൗൺ കമ്മിറ്റി പ്രിയങ്ക ഗാന്ധിക്ക് സ്വാഗതം പറഞ്ഞുള്ള 26 അടി ഉയരമുള്ള കൂറ്റൻ കട്ടൌട്ട് സ്ഥാപിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിന് പുറമെ റായ്ബറേലിയിൽ ജയിച്ച രാഹുൽ വയനാട് ലോക്സഭാംഗത്വം രാജിവെക്കും എന്ന പ്രഖ്യാപനങ്ങൾ വരികയും വയനാട് പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന് AICC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിലേക്ക് സ്വാഗതം എന്ന കൂറ്റൻ കട്ടൌട്ട് സ്ഥാപിച്ചത്. 15ഓളം യൂത്ത് ലീഗ് പ്രവർത്തകർ 4 ദിവസമെടുത്ത് 15,000-ഓളം രൂപ ചെലവഴിച്ചാണ് കട്ടൌട്ട് സ്ഥാപിച്ചത്. ഇതിനായി പണം മുടക്കിയതും യൂത്ത് ലീഗ് പ്രവർത്തകർ തന്നെ. നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ 2 സ്ഥലത്ത് മത്സരിക്കുന്നതിന്റെ ഭാഗമായി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മാറി പകരമായി പ്രിയങ്ക ഗാന്ധി വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളൊക്കെയുള്ളത്. അതിൻ്റെ ഭാഗമായി ആലിന്തറ അങ്ങാടിയിലെ UDFന്റെ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ 26 അടി ഹൈറ്റുള്ള ഒരു കൂറ്റൻ ഫ്ലെക്സ് കട്ടൗട്ട് ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. കട്ടൌട്ട് സ്ഥാപിക്കാൻ യൂത്ത് ലീഗ് മുക്കം നഗരസഭ യൂത്ത് ലീഗ് പ്രസിഡന്റ് ഷെരീഫ് വെണ്ണക്കോട്, ഓമശ്ശേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സഹദ് കൈവേലിമുക്ക്, തിരുവമ്പാടി മണ്ഡലം MSF വിംഗ് കൺവീനർ P ഷറഫുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.